Good evening to all. Ma'am, start ചെയ്തോട്ടെ. Audible അല്ലേ? Just raise hand. Okay. നമുക്കൊന്ന് സ്റ്റാർട്ടിങ് പറയാം, അപ്പോഴേക്കും ബാക്കിയുള്ള സ്റ്റുഡൻസ് വരുമെന്ന് വിചാരിക്കാം. അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ഫോർ മാനേജേഴ്സ് MBA ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ് ആണ്, പേപ്പർ നമ്പർ 3. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി എംഫസൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൽ ടെക്സ്റ്റ് നോക്കുക എല്ലാവരും. നമ്മളിവിടെ നോട്ട്സ് മാത്രമുള്ള ഒരു PDF ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സിലബസ് പ്രകാരം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു മൊഡ്യൂളാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, റേഷ്യോ, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ എന്ന രീതിയിൽ നെക്സ്റ്റ് മൊഡ്യൂൾ വരുന്നുണ്ട്. അതിന്റെ അടുത്ത മൊഡ്യൂൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അതിന്റെ അടുത്ത മൊഡ്യൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തന്നെ ചെറുതായിട്ടൊരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അടുത്തത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിലൊക്കെ ചില ഏരിയാസ് മാത്രം നമ്മൾ കുറച്ചും കൂടി കൂടുതൽ എംഫസൈസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. അത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ യൂണിറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് അക്കൗണ്ടിങ് മീനിങ്, ഡെഫിനിഷൻ, അതേപോലെ പ്രോസസ്, എന്താണ് ക്യാഷ് സിസ്റ്റം, അതേപോലെ അക്രൂവൽ സിസ്റ്റം എന്താണ്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബിസിനസിന്റെ ആ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, എന്താണ് ആ കമ്പനീന്റെ പൊസിഷൻ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുക. അപ്പൊ അതിന്റെ യൂട്ടിലിറ്റി ആർക്കൊക്കെയാണ്, അതിന്റെ ഉപകാരം, ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഇൻഫോർമേഷൻ കൊണ്ടുള്ള യൂസ് ആർക്കൊക്കെയാണ്. അതേപോലെ എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പിൾസിന്റെ ഉള്ളിൽ വരുന്ന കൺസെപ്റ്റ്, കൺവെൻഷൻസ് എന്തൊക്കെയാണ്. നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ബേസിസ് എന്ന് പറയുന്ന റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. ഇപ്പൊ കുറെ കാര്യങ്ങളിൽ നിങ്ങളുടെ ഇങ്ങനെ പോയിന്റ്സ് പോയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? അപ്പൊ നമുക്ക് ആദ്യം തന്നെ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് നോക്കാം. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? എല്ലാവരും ഒന്നില്ലെങ്കിൽ നോട്ട്സ് എഴുതിയെടുക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക പറയുന്നത്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസിന്റെ ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുക? അക്കൗണ്ടിങ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നെക്സ്റ്റ്, it is a process of recording, classifying and summarizing business transaction. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ, അതിനെയാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുക. ആ ഇടപാടുകളെല്ലാം റെക്കോർഡ് ചെയ്യുക, അതേപോലെ ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെ വാങ്ങിച്ചാലും എസ്സേക്കിലൊക്കെ എഴുതാൻ പറ്റിയ ഒരു പോയിന്റ് ആണ് ഇത്. ഇത് ഉറപ്പായും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം മുതലേ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്സ് which are in part at least of a financial character and interpreting the result thereof. American Institute of Certified Public Accountants AICPA പറഞ്ഞിട്ടുള്ള ഡെഫിനേഷനാണ് ഇത് അക്കൗണ്ടിങ്ങിന്റെ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് മാനറിൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മണി ട്രാൻസാക്ഷൻസ്, പണമിടപാടുകൾ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന,
ക്ലാസിഫൈ ചെയ്യുന്ന, കറക്റ്റ് ആയിട്ട് സമ്മറൈസ് ചെയ്യുന്ന പ്രോസസ് അല്ലെങ്കിൽ ആർട്ടിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് തികച്ചും ഫിനാൻഷ്യൽ ക്യാരക്ടർ ആയിരിക്കും. നോൺ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ഒരു കാര്യങ്ങളും അക്കൗണ്ടിങ്ങിൽ വരില്ല. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് അല്ല. അതേപോലെ അവസാനം നമ്മൾ അതിന്റെ റിസൾട്ട് എന്താന്ന് ഇന്റർപ്രറ്റ് ചെയ്യുക കൂടി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, അക്കൗണ്ടിങ് എന്ന് പറയാ. മീനിങ് ആൻഡ് ഡെഫിനേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പഠിച്ചു വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് ഒരു എസ്സേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ ഒരു മീനിങ് ഡെഫിനേഷൻ കൊടുക്കാം. നമ്മൾ പറഞ്ഞു ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പൊ എന്താണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ ടു എക്സ്ചേഞ്ച് ഗുഡ്സ്. ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുക ആർ തമ്മില്? ഈ ബയ്യറും സെല്ലറും തമ്മിൽ, അവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇടപാട് എന്ന് പറയുന്നത് ക്യാഷും ആവാം ക്രെഡിറ്റും ആവാം. നമ്മളിപ്പോ ഒരു സാധനം കടയിൽ വാങ്ങിക്കാൻ പോയി, നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ കടമാണെന്ന് പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിയേ, വാട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്, ഒരു 5000. അപ്പൊ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ ക്രെഡിറ്റിനാണ്, ക്യാഷ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയാ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നാ പറയാ. ഇപ്പൊ നമ്മൾ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ 2 ബേസിസ് ആണ് മെയിൻ ആയിട്ടുള്ളത്, ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും. ഓക്കെ, ക്യാഷ് ബേസിസും ഉണ്ട്, അക്രൂവൽ ബേസിസും ഉണ്ട്. ക്യാഷ് ബേസിസ് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ നമ്മളിവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ നോക്കി അല്ലെ, ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഉണ്ട്. ഇവിടെ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇത് എക്സാമിന് വരില്ല, കൂടുതലും ചോദിച്ചു കണ്ടിട്ടില്ല, നിങ്ങൾ മീനിങ് മാത്രം പഠിച്ചാൽ മതി, ഇത് മനസ്സിലാക്കി വെക്കാനാണ്. ക്യാഷ് റിസീപ്റ്റ്, ക്യാഷ് പേയ്മെന്റ്സ് ഒക്കെ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. അവിടെ ക്രെഡിറ്റിനൊന്നും നടക്കുന്നില്ല, കിട്ടാനുള്ളതോ കൊടുക്കാനുള്ളതോ ഒന്നും റെക്കോർഡ് ചെയ്യില്ല, കിട്ടിയതും അതേപോലെ കൊടുത്തതും മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അതിന് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നു. ഇനി അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട്, അപ്പൊ ക്യാഷിന്റെ നമുക്ക് മനസ്സിലായി. ഇപ്പുറത്ത് എന്താണ്? ക്രെഡിറ്റ് ആണ്, ക്രെഡിറ്റ് പേയ്മെന്റ് ആണ് അവിടെ സെറ്റിൽ ചെയ്യപ്പെടുന്നത്. അതും എപ്പോഴാണ് സെറ്റിൽ ചെയ്യപ്പെടുന്നത്? ലേറ്റർ ഡേറ്റിലാണ്, ഇനി വരുന്ന ഡേറ്റുകളിലാണ് അത് സെറ്റിൽ ചെയ്യപ്പെടുന്നത്. അത് കടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ക്യാഷ് ബേസിസിന്റെ ഓപ്പോസിറ്റ് ആണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾ പഠിക്കാൻ പോവാണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന എന്തിന്റെ ബേസിലാ? ഇവിടെ ക്രെഡിറ്റ്, ക്രെഡിറ്റ് പർച്ചേസ് ഒക്കെ നടക്കും. പണം മാത്രമല്ല, ക്യാഷ് മാത്രമല്ല, ക്രെഡിറ്റ് നടക്കും. അപ്പൊ അവിടെ അക്രൂവൽ ബേസിസ് ആണ് ഫോളോ ചെയ്യുന്നത്. അവിടെ കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതൊക്കെ അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അപ്പൊ ക്യാഷും അക്രൂവലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനിയിപ്പോ ഒരു അക്കൗണ്ടിങ്ങിൽ ഡുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ഉണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓരോ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഈ ഒരു അക്കൗണ്ടിങ് തിയറി പ്രകാരം ഉള്ളത്, ഡെബിറ്റും ക്രെഡിറ്റും. ഡെബിറ്റിനെ നമ്മൾ റിസീവിങ് ആസ്പെക്ട് എന്ന് പറയും. അത് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുന്നതെല്ലാം നമ്മൾ ഡെബിറ്റ് എന്നാണ് പറയുക. അതേപോലെ ഗിവിങ് ആസ്പെക്ട്, ബിസിനസ്സിൽ നിന്ന് പോകുന്നതെല്ലാം എന്താ പറയുക, നമ്മൾ ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറയും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 5000. ക്യാഷിന് ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്തു. എത്ര രൂപയ്ക്ക്? 5000. അപ്പൊ പർച്ചേസ്ഡ് ഫർണിച്ചർ, നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ ഈ ഒരു ഫർണിച്ചർ എവിടേക്കാ വരുന്നത്? ബിസിനസ്സിലേക്ക് വരികയാണ് അല്ലെ, അത് റിസീവിങ് ആസ്പെക്ട് ആണ്, ഡെബിറ്റ് കൊടുക്കുന്നു. അതേപോലെ നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ ക്യാഷ് കൊടുക്കുന്നു, ഗിവിങ് ആസ്പെക്ട് ആണ്. അപ്പൊ അത് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? റൈസ് ഹാൻഡ്. ഓഡിബിൾ അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ, ജസ്റ്റ് റൈസ് ഹാൻഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇത് മനസ്സിലാക്കി വെക്കോട്ടോ, മീനിങ് ആൻഡ് ഡെഫിനേഷൻ ആണ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നു. ഇനി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. നമുക്കറിയാം, ആദ്യം ഒരു ട്രാൻസാക്ഷൻ, ഒരു ഇടപാട് നടക്കുന്നു, ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് നമ്മളിപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ. ദെൻ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ജേർണൽ. ജേർണൽ ആദ്യത്തെ നമ്മുടെ ഒറിജിനൽ എൻട്രി എന്നൊക്കെ പറയാം. ആ ജേർണലിൽ നമ്മൾ ഈ ഡെബിറ്റ് പോയ ഏതാണ് ട്രാൻസാക്ഷൻ, അതേപോലെ ക്രെഡിറ്റ് ഏതാണ് പോയി എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജേർണലിലോട്ട് എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ് ജേർണലിൽ ചെയ്യുന്നത്. ഈ ജേർണലിൽ ചെയ്ത ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അത് പറഞ്ഞാൽ ഇപ്പൊ സെയിൽസ് നടന്നു എന്നുണ്ടെങ്കിൽ സെയിൽസ് അക്കൗണ്ടിലോട്ട് മാറ്റുന്നു. ഇപ്പൊ പർച്ചേസ് നടന്നു എന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിലോട്ട് മാറ്റുന്നു. ഈ ജേർണലിൽ എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷനും വിറ്റതും വാങ്ങിയതും കൊടുത്തതും വരാനുള്ളതും എല്ലാം ഇതിൽ രേഖപ്പെടുത്തും. അപ്പൊ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യണ്ടേ, നമുക്ക് എങ്കിലല്ലേ നമുക്ക് നോക്കി ഒന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മളത് ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫൈ ചെയ്യണത് ഏതിലാണ്? ലെഡ്ജറിലാണ് ചെയ്യുക. അടുത്ത ഒരു ബുക്കാണ് ലെഡ്ജർ. ഓക്കെ. അങ്ങനെ നമ്മൾ ഈ ഒരു ജേർണലിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുക. ഓക്കെ. പോസ്റ്റിംഗ് ഇൻ ലെഡ്ജേഴ്സ്. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രിപ്പറേഷൻ ഓഫ് അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ലെഡ്ജറിൽ നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് കിടക്കുന്നുണ്ടാവും. ഒരുപാട് അക്കൗണ്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുപാട് അക്കൗണ്ട്സ് ചെയ്തതിനെല്ലാം നമ്മൾ ഇപ്പോ ഒരു സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ പർച്ചേസ് ഒക്കെ നമ്മൾ വിവിധ സ്ഥലങ്ങളിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതൊക്കെ ഒരു ട്രയൽ ബാലൻസ് വരച്ചിട്ട് നമ്മൾ നോക്കും, ട്രയൽ ബാലൻസ് പഠിക്കും. അപ്പൊ ട്രയൽ ബാലൻസ് വരച്ചിട്ട് ഏതൊക്കെയാണ് കിട്ടാനുള്ളത്, ഏതൊക്കെയാണ് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ. നമുക്ക് നോക്കുമ്പോൾ അതാണ് അൺഅഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ട്രയൽ ബാലൻസിനെ കുറച്ച് അഡ്ജസ്റ്റ് എൻട്രീസ് ഒക്കെ പാസ് ചെയ്തതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അവിടെ അൺഅഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ട്രയൽ ബാലൻസ് ആയിരുന്നു. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് മുഖേന നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു ട്രയൽ ബാലൻസിന്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ട്രയൽ ബാലൻസ് നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ട്. നിങ്ങൾക്ക് വരാൻ പോണ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ട്രയൽ ബാലൻസ് തന്നിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നതായിരിക്കും. ഓക്കെ. അതുകൊണ്ട് ഇനിയുള്ള പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ട്രയൽ ബാലൻസ് അഡ്ജസ്റ്റ് ആയിട്ടുള്ള ട്രയൽ ബാലൻസ് ഉണ്ടാവും അവിടെ. അപ്പൊ ആ ട്രയൽ ബാലൻസിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അടുത്തത് ഈ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസിൽ കുറെ എമൗണ്ട്സും കുറെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന ഒരു അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ കമ്പനിയിൽ ഈ ട്രയൽ ബാലൻസിലുള്ള കുറച്ച് ഐറ്റംസിനെ എടുത്തിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇടുന്നു. കാരണം അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിങ്, വാങ്ങാ വിൽക്കുന്നു. അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് അറിയണം. ഒരു ട്രാൻസാക്ഷൻ നടന്നു ഒരു ബിസിനസ്സിൽ, അപ്പൊ അതിന്റെ പ്രോഫിറ്റ് നമുക്ക് അറിയണം. അതേപോലെ അവിടെയുള്ള ചുറ്റുമുള്ള എംപ്ലോയീസിനും റെന്റ് കൊടുത്തു, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയണം. അപ്പൊ അതിൽ നിന്നും എത്ര പ്രോഫിറ്റ് എത്ര ലോസ് കിട്ടി, ആ കാര്യങ്ങൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടാവും. ഓക്കെ. ദെൻ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ബിസിനസിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്, ഓക്കെ, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. ട്രയൽ ബാലൻസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ കമ്പനിക്ക്, നെറ്റ് ലോസ് എന്താണ് നെറ്റ് പ്രോഫിറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഈ പ്രോസസ് മാത്രം ഒന്ന് അറിഞ്ഞു വെക്കുക. ജസ്റ്റ് ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു, ബിസിനസ് ട്രാൻസാക്ഷൻ പ്രിപ്പയർ ചെയ്യുന്നു, ട്രാൻസാക്ഷൻ ഇൻ ജേർണൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നു. അതേപോലെ ട്രയൽ ബാലൻസ് അൺഅഡ്ജസ്റ്റഡ് ആയിട്ടുള്ളത് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നു, ദെൻ അഡ്ജസ്റ്റ് എൻട്രീസ് പാസ് ചെയ്യുന്നു, ദെൻ ട്രയൽ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ദെൻ ഈ ട്രയൽ ബാലൻസിന് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ദെൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ്, യൂട്ടിലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എന്തൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? ഇത് ആർക്കൊക്കെയാണ് യൂസ്?
ഓക്കെ, അത് നോക്കാം നമുക്ക്. ആദ്യം മാനേജ്മെന്റിന്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫിനാൻഷ്യൽ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇത് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? ആദ്യം തന്നെ മാനേജ്മെന്റിന് മോസ്റ്റ് ഇന്നെവിറ്റബിൾ ആണ്, അത്യാവശ്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർ ഓരോ തീരുമാനങ്ങളും ആ ബിസിനസ്സിൽ എടുക്കുന്നത് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിലാണ്. ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോണ്ടേ. അപ്പൊ അവന്റെ കോമ്പറ്റീറ്റേഴ്സ് ഏതൊക്കെ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇല്ലാണ്ട് മാനേജ്മെന്റിന് നിലനിൽക്കാൻ പറ്റില്ല. ഇനി അടുത്ത ടു ഷെയർ ഹോൾഡേഴ്സ്, സെക്യൂരിറ്റി അനലിസ്റ്റ്, ഇൻവെസ്റ്റേഴ്സ്. നിങ്ങളിപ്പോ അപ് സ്റ്റോക്സിന്റെ ഒക്കെ കൂടുതലായിട്ട് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ആയി നമ്മൾ ഓരോ കമ്പനീന്റെ അല്ലെ. അവർക്കൊക്കെ എന്തിനാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ? നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വിശ്വാസം വേണം. അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കും. ഈ കമ്പനി നല്ലതാണെങ്കിൽ മാത്രമല്ല നമ്മൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനും സെക്യൂരിറ്റി അനലിസ്റ്റിനും ഇൻവെസ്റ്റേഴ്സിനൊക്കെ ആ കമ്പനീനെ കുറിച്ചിട്ട് നല്ലൊരു ധാരണ ഉണ്ടാക്കാൻ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യും. അവരുടെ ഈ ബാലൻസ് ഷീറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല കമ്പനിയാണോ അതോ നല്ല പൊസിഷനിലാണോ ആ കമ്പനി ഉള്ളത്. ഇനി അടുത്തത് ലെൻഡേഴ്സ്. ലെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം കൊടുക്കുന്നവര്. ഇപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കണം കടം കൊടുക്കുന്നതിന് മുമ്പ്. കാരണം ഈ കടം കൊടുക്കുന്നത് ആ പൈസ അവർക്ക് എമൗണ്ട് തിരിച്ചു കിട്ടണ്ടേ. ആ എമൗണ്ടും തിരിച്ചു കിട്ടണം, ആ ഇൻട്രസ്റ്റും തിരിച്ചു കിട്ടണം. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനി നല്ല പൊസിഷനിലാണെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു ക്യാഷ് തിരിച്ചു കിട്ടുക. ദെൻ സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യണവര്. മോസ്റ്റ്ലി വലിയ ലാർജ് കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോ ആ കമ്പനിയിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു സെക്യൂരിറ്റി വേണ്ടി വരും. ആ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ നല്ല ബ്രാൻഡഡ്, അതേപോലെ നല്ല കമ്പനി, നല്ല ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ആലോചിക്കാതെ തന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതിനും മോസ്റ്റ് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ദെൻ കസ്റ്റമർ. നമുക്കും അതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും വേണ്ടെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പലതരത്തിലുള്ള കസ്റ്റമേഴ്സും ഓരോ കമ്പനീസിന്റെ ഒക്കെ നോക്കുന്നുണ്ട്. അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതാണോ, അതേപോലെ നല്ല വാറന്റി ഗ്യാരണ്ടി ഉള്ള ലാപ്ടോപ്പ് അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ആ കമ്പനീന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ, അല്ലെങ്കിൽ നല്ല കമ്പനി ആണോ എന്നുള്ളത് നോക്കാറുണ്ട്. അതൊക്കെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ആ ഒരു കമ്പനി ഗുഡ് ആണോ അതേപോലെ ബാഡ് ആണോ അല്ലെങ്കിൽ റോങ് ആയിട്ടാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ ടു ഗവൺമെന്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റീസ്. ടാക്സ് പേ ചെയ്യാൻ ആ കമ്പനിക്ക് കഴിയുമോ, ഈ കാര്യങ്ങൾ നോക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ ആയിരിക്കും. ടു പ്രൊമോട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. എത്രത്തോളം കമ്പനിയിലെ എമൗണ്ട്സ് ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും, അതേപോലെ എങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കാം, ആ കമ്പനിക്ക് എത്രത്തോളം റിസർച്ച് യൂസ് ചെയ്യാം, അങ്ങനെയുള്ളൊക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ കഴിയും. ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാൻ ടോട്ടലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് യൂട്ടിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് നോക്കി വെക്കുക ആരോടൊക്കെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ യൂട്ടിലിറ്റി ഉള്ളത് എന്നുള്ളത്. ഓക്കെ, പോയിന്റ്സ് നോക്കുക. ഓൺ എക്സ്പ്ലനേഷൻ ഇതുവരെയും ചോദിച്ചിട്ടില്ല ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ്, ഞാൻ ആദ്യം പറഞ്ഞു മീനിങ് ആൻഡ് ഡെഫിനേഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത മോസ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ എങ്ങനെയാണ് ആ ബിസിനസ് നടത്തേണ്ടത്, എന്തൊക്കെ റൂൾസ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് കൺവെൻഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഗ്യാപ്പ്
അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ഗ്യാപ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇതെന്ന് പറഞ്ഞാൽ റൂൾസ് ആണ്. അക്കൗണ്ടിങ്ങിൽ ഒരു കമ്പനി ഫോളോ ചെയ്യേണ്ട റൂൾസിനെയാണ് നമ്മൾ ഗ്യാപ് അഥവാ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. ഓക്കെ, അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. ഇത് നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ളതാണ്. നോക്കി വെക്കാം. അപ്പൊ നമുക്ക് ആദ്യം അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഏതൊക്കെയാ നോക്കാം. മെയിൻ ആയിട്ടുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റ്: മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, ഡ്യുവാലിറ്റി ഓർ ഡബിൾ എൻട്രി കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, ഫസ്റ്റ് കൺസെപ്റ്റ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. Money measurement concept: every transaction is measured in terms of money. Means production, sales, wages, etc. are converted into money. Inflation or deflation not included in the value of any asset. എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഏത് രൂപത്തിലാണ്? മണി ട്രാൻസാക്ഷൻ, മണി മെഷർമെന്റ്സ് ആണ് ഇതിൽ അവിടെ വരുന്നത്. ഫുള്ളി ക്വാളിറ്റേറ്റീവ് അല്ല, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. എല്ലാം പണമിടപാടുകളാണ് നടക്കുന്നത്. അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടല്ല, ക്വാണ്ടിറ്റേറ്റീവ്. ഇത്ര എമൗണ്ട് ആണ് നമ്മൾ അവിടെ ട്രാൻസാക്ഷൻസ് എല്ലാത്തിലും നടക്കുന്നത്. മോണിറ്ററി ടേംസിലാണ് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പലതരത്തിലുള്ള എക്സാമ്പിൾസ് ഒക്കെ അക്രൂവലും ക്യാഷിലൊക്കെ നോക്കി. അപ്പൊ നമ്മൾ പറഞ്ഞു 5,000, 50,000, 10,000. അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ആണ്. ഓക്കെ, അങ്ങനെയാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റിലാണ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് എന്നാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഇനി അടുത്തത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്: the business is viewed as an entity separate from its owners, creditors and other business. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സും ഓണേഴ്സും സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ഇപ്പൊ ഒരു ഓണറായിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു ബിസിനസ്സിന്റെ ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുക്കണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ക്യാഷ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് വെച്ചിട്ട് എഴുതേണ്ടി വരും ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ. കാരണം എന്റെ ബിസിനസ് ആണ്, എന്റെ റെക്കോർഡ്സിൽ പേര് എഴുതേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എഴുതാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ബിസിനസ്സും ഓണറും രണ്ട് പ്ലേസിലാണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ, രണ്ട് വ്യക്തികളായിട്ട് അല്ലെങ്കിൽ രണ്ട് ഇതായിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഇപ്പൊ ബിസിനസിന് മേലിൽ ഒരു കോർട്ടിൽ എന്തെങ്കിലും കേസ് വരികയാണെന്ന് വെച്ചാൽ അത് ഓണറിന്റെ പേരിലായിരിക്കില്ല. അവിടെ ബിസിനസിന്റെ നെയിം ആണ് അവിടെ പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഗോയിങ് കൺസേൺ ഡിസിഷൻ, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്സ്. ദാറ്റ് മീൻസ് the business is assumed to go on and exist forever. The business will continue as a going concern for an indefinite or infinite period. അതെന്ന് പറഞ്ഞാൽ ഒരു ഫോർസിയബിൾ പീരീഡിലോട്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഓക്കെ, ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇനി അടുത്തതാണ് മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം റവന്യൂ എന്ന് പറയുന്നത് എക്സ്പെൻസിനോട് ഈക്വൽ ആയിരിക്കും. ഒരു സെയിം അക്കൗണ്ടിങ് ഇയറിൽ റവന്യൂ എക്സ്പെൻസിനോട് ഈക്വൽ ആയിരിക്കും എന്താണ് മാച്ചിങ് കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് ഫ്യൂഷൻ ഇൻ ബിറ്റ്വീൻ എക്സ്പെൻസ് ആൻഡ് റവന്യൂ. ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ്, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, ഇതിനെയാണ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും ഫോളോ ചെയ്യുന്നത്. എല്ലാ വരുമാനങ്ങളും അതത് ചെലവിനോട് ഈക്വൽ ആയിരിക്കണം, ഇല്ലെങ്കിൽ അവിടെ എന്താ വരിക? ലോസ് ആയിരിക്കും. അസറ്റ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലിനോട് ഈക്വൽ ആയിരിക്കണം. അതാണ് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ദെൻ അക്കൗണ്ട് പീരിയഡ് കൺസെപ്റ്റ്. അക്കൗണ്ട് പീരിയഡ് കൺസെപ്റ്റ്: ബിസിനസ് പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ സ്പെസിഫിക് പീരിയഡ്സ് ടു ഇവാലുവേറ്റ് പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് പീരീഡിലേക്കാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോ ജാനുവരി മുതൽ ഡിസംബർ വരെ, കലണ്ടർ ഇയർ ജാനുവരി 1 മുതൽ
December 31st വരെ ഈസ് അപ്ലൈഡ് ഇൻ മോസ്റ്റ് കമ്പനീസ്. ഇതാണ് മോസ്റ്റ് കമ്പനീസിലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പൊ ട്രയൽ ബാലൻസ് തന്നിട്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറയാന്ന് വെച്ചാൽ ആസ് ഓൺ ദി ഇയർ 31st December എന്നൊക്കെ പറഞ്ഞ് എഴുതും. കാരണം നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു വർഷത്തേക്കാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതിന് ഓരോ അക്കൗണ്ടിങ് പീരീഡ് ആയിട്ട് ഇവിടെ കണക്കാക്കപ്പെടുന്നു ഈ ഒരു അക്കൗണ്ടിങ്ങിൽ. ഇത് മന്ത്ലി ആവാം, ക്വാർട്ടർലി, സെമി ആനുവലി ഒക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് ഇന്ററിം പീരീഡ്സ് ആയിട്ട്. ഇതിന്റെ ബേസിലായിരിക്കും നമ്മളിപ്പോ മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും ഒരു ബിസിനസ്സിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ദ കൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്, which mean that a record of each transaction is made in two separate accounts. It is based on accounting equation which implies that for every debit there is an equivalent credit. എല്ലാ ഡെബിറ്റിനും ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ പറഞ്ഞു, ഇപ്പൊ ഫർണിച്ചർ വാങ്ങി പർച്ചേസ് ചെയ്തു. അപ്പൊ ഫർണിച്ചറിന് ഒരു ഡെബിറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ ക്യാഷിന് ഒരു ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് പോവുക, ഒന്ന് വരിക. ഓക്കെ, അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്, അവിടെ ഒരു ഡ്യുവൽ ആസ്പെക്ട് ഉണ്ട്. രണ്ട് പ്ലേസിലും ഡെബിറ്റിലും ക്രെഡിറ്റിലും ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന ഇക്വേഷൻ അനുസൃതമായിട്ടാണ് ഈ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഉള്ളത്. ഓക്കെ, ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ്. ഇനി അടുത്തത് അക്കൗണ്ടിങ് കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. Accounting cost concepts state that all assets are recorded in books of accounts at their purchase price, which includes cost of acquisition, transportation, installation out at least its market price. എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ടിലും പർച്ചേസ് പ്രൈസ്, ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പർച്ചേസ് പ്രൈസ്, അതിന്റെ കോസ്റ്റ് എന്താന്നുള്ളത് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ, അത് നമുക്ക് അക്യൂർ ചെയ്യാൻ വേണ്ടി വന്ന എത്രയാണ് കോസ്റ്റ്, അതേപോലെ ആ അക്യൂർ ചെയ്യുമ്പോൾ എത്ര ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്, അതേപോലെ ആ ഒരു പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എത്രത്തോളം കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ അക്കൗണ്ടിങ് കോസ്റ്റിന്റെ ബേസിലാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസും കൂടി നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. പേര് പഠിച്ചു വെക്കുക, ഒരു 2-3 ലൈൻസ് ഒക്കെ എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നതിൽ മെയിൻ ആയിട്ട് 3 ടൈപ്സ് ഓഫ് കൺവെൻഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കൺവെൻഷനും കൂടി ഉണ്ട്, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺവെൻഷൻ ഓഫ് കൺസർവേഷൻ ആൻഡ് കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ ആണ് പഠിക്കാനുള്ളത്. ഇനി ഒന്നും കൂടി ഉണ്ട്, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. അതില്ല. നമുക്ക് ഈ 3 നോക്കാം. Convention of consistency. Accounting period should remain consistent year by year. This facilitates comparison in both directions, intra-firm, inter-firm. This does not mean that a firm cannot change the accounting method according to the changed circumstance of the business. എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം നമ്മൾ ഫോളോ ചെയ്ത മെത്തേഡ് തന്നെയായിരിക്കും അടുത്ത കൊല്ലം ആ ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതാണ്, ഒരു കൺസിസ്റ്റന്റ് ആയിരിക്കും. നമ്മളിപ്പോ ഡിപ്രീസിയേഷൻ പഠിക്കണം. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു മെത്തേഡാണ് ഇക്കൊല്ലം ഫോളോ ചെയ്തത്, ഇപ്പൊ സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ് ഇക്കൊല്ലം ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലവും നമ്മൾ ആ മെത്തേഡായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് സെയിം കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ വർഷം അടുത്ത വർഷം കൂടി കമ്പയർ ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞ വർഷം കൂടി എത്രയാണ് ഡിഫറൻസ്, എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, then next, convention of full disclosure. Information relating to the economic affairs of the enterprise should be completely disclosed, which are of material interest to users. That means ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്യാവശ്യം വേണ്ടിയിട്ടുള്ള രേഖകളെല്ലാം, എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും പബ്ലിക്കിന് വേണ്ടി നൽകുന്നു. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ ആ കമ്പനീന്റെ ട്രസ്റ്റ് അതേപോലെ വർദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു
കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ ഉള്ളത്. എന്തെങ്കിലും നെഗറ്റീവായിട്ട് മാനിപ്പുലേഷൻ ഒക്കെ കമ്പനിയിൽ നടത്തിയെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിലോട്ട് എത്താനും ഈ ഒരു കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷറിലൂടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. Then next, convention of conservatism. All anticipated losses should be recorded, but all anticipated gains should be ignored. It is a policy of playing safe. Provision is made for all losses, even though the amount cannot be determined with certainty. എല്ലാ ആന്റിസിപ്പേറ്റഡ് ലോസസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന എന്തൊക്കെ നഷ്ടങ്ങൾ എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ കാണുന്നു. എല്ലാം അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്ന ആന്റിസിപ്പേറ്റ് ചെയ്ത ഗെയിൻസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, എല്ലാം ഇഗ്നോർ ചെയ്യുന്നു. നമ്മളവിടെ ലോസസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നഷ്ടങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് എന്ന് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് നമ്മൾ ഇപ്പോഴേ എടുക്കുന്നു. അവിടെ നമ്മൾ എന്തൊക്കെ ലാഭം വരും എന്നുള്ളത് നോക്കുന്നില്ല. അതെന്ന് പറഞ്ഞാൽ കമ്പനിക്ക് സേഫ് ആയിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൺവെൻഷൻ ഉള്ളത്. ഓക്കെ, കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. അപ്പോൾ നിങ്ങൾക്ക് കൺവെൻഷൻസും അതേപോലെ കൺസെപ്റ്റും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ 2 തരത്തിലുള്ള പ്രിൻസിപ്പിൾ, കൺവെൻഷൻ ആൻഡ് കൺസെപ്റ്റ്സ്. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മീനിങ്, ഡെഫിനേഷൻ ആൻഡ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ്. എസ് എ ആയിട്ട് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 3 തരത്തിലുള്ള അക്കൗണ്ട്സ് ആണ് ഒരു അക്കൗണ്ടിങ്ങിൽ ഉള്ളത്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് കംസ് ഇൻ ഡെബിറ്റ് ചെയ്യുന്നു, വാട്ട് ഗോസ് ഔട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ബിസിനസ്സിലേക്ക് വന്നത് ഡെബിറ്റ് ചെയ്യുന്നു, ബിസിനസ്സിൽ നിന്നും പോയത് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത് അപ്ലൈ ചെയ്യുന്നത് മേജർലി അസറ്റിനായിരിക്കും. ഇപ്പൊ ക്യാഷ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഫിക്ചേഴ്സ്, ട്രേഡ് മാർക്കറ്റ്, ഇങ്ങനെയുള്ളതൊക്കെ റിയൽ അക്കൗണ്ടിലാണ് വരിക. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ദ റിസീവർ ആൻഡ് ദ ഗിവർ. റിസീവർ സ്വീകരിച്ചത് ഡെബിറ്റ് ചെയ്യപ്പെടുന്നു, അതേപോലെ കൊടുത്തത് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ട്രാൻസാക്ഷൻ നടത്തിയ വ്യക്തി, അമൻ, റാം ആൻഡ് സൺ, ഹാപ്പസ്, ബാങ്ക്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അങ്ങനെയുള്ള പേഴ്സണലി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് പേഴ്സണൽ അക്കൗണ്ട്സിൽ വരിക. ദെൻ നോമിനൽ അക്കൗണ്ട്സ്. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സ്പെൻസും എല്ലാ ലോസും നമ്മൾ ഡെബിറ്റ് ചെയ്യപ്പെടുന്നു, എല്ലാ ഇൻകംസും എല്ലാ പ്രോഫിറ്റും ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. ഇതിന് എക്സാമ്പിൾസ് ആണ് സാലറീസ്, വേജസ്, പർച്ചേസ്, സെയിൽസ് ഒക്കെ. കാരണം അതെല്ലാം എക്സ്പെൻസ് ആൻഡ് ലോസ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ അക്കൗണ്ടിങ് സൈക്കിൾ ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് ബേസിക് എല്ലാം മനസ്സിലായി. നമ്മൾ ഇനി അക്കൗണ്ടിങ് സൈക്കിൾ ആണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ആദ്യം ജേർണൽ പ്രിപ്പയർ ചെയ്യും അല്ലേ? ജേർണൽ പ്രിപ്പയർ ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് ഏതൊക്കെ ഡെബിറ്റ് ഏതൊക്കെ ക്രെഡിറ്റ് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യും. ദെൻ ആ ഡെബിറ്റ് ക്രെഡിറ്റിനെ അനുസൃതമാക്കിയിട്ട് നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. ലെഡ്ജറിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ വരുന്നത്. കാരണം പർച്ചേസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സും പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ എഴുതുന്നു. സെയിൽസ് ചെയ്തെല്ലാം സെയിൽസ് അക്കൗണ്ടിൽ എഴുതുന്നു. പർച്ചേസ് റിട്ടേൺസ്, പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തതെല്ലാം നമ്മൾ പർച്ചേസ് റിട്ടേൺസിൽ എഴുതുന്നു. സെയിൽസ് റിട്ടേൺസിലാണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്തിട്ട് റിട്ടേൺ ചെയ്തെല്ലാം സെയിൽസ് അക്കൗണ്ടിൽ എഴുതുന്നു. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു ലെഡ്ജർ അക്കൗണ്ടിൽ. ദെൻ ട്രയൽ ബാലൻസിന് ഇതിലെല്ലാം ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാണ്, നമ്മുടെ ബിസിനസ്സിലോട്ട് വന്നത് ഏതൊക്കെയാണ്, നമുക്ക് പോയത് ഏതൊക്കെയാണ്. ഓക്കെ, എക്സ്പെൻസ് ആൻഡ് ഇൻകംസിന്റെ ബേസിൽ നമ്മൾ ട്രയൽ ബാലൻസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ അവിടുത്തെ ട്രാൻസാക്ഷൻ നടത്തുന്നതിന്റെ എല്ലാ അരിത്തമെറ്റിക്കൽ അക്യുറസി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ട്രയൽ ബാലൻസിന്റെ ബേസിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസിൽ ഒരുപാട് വിവരങ്ങൾ തന്നിട്ടുണ്ടാവും, ഇൻഫോർമേഷൻസ്. സെയിൽസ് ഇത്ര, പർച്ചേസ് ഇത്ര, സാലറീസ് ഇത്ര, റെന്റ് ഇത്ര, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ നോക്കുന്നത് സെയിൽസ് അതേപോലെ പർച്ചേസ്. സെയിൽസ് പർച്ചേസ് എന്താണ്? അവിടെ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകം ആണ്
സെയിൽസ് പർച്ചേസ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. നമ്മൾ വാങ്ങൽ കൊടുക്കലിലൂടെ എത്ര ലാഭം കിട്ടി കമ്പനിക്ക്, അതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നോക്കുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് അതേപോലെ ഡയറക്റ്റ് ഇൻകം ആണ് ട്രേഡിംഗിൽ വരുന്നെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് എത്രയാണ് ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകംസ്, എത്ര സെയിൽസ് നടത്തി, എത്ര പർച്ചേസ് നടത്തി, എന്നിട്ട് അതിന്റെ ബേസിൽ എത്ര കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായി. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത് ഇൻഡയറക്റ്റ് ഇൻകംസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അവിടെ ഒരു കമ്പനി ആയി കഴിഞ്ഞാൽ സെയിൽസും പർച്ചേസും മാത്രമാണോ നടക്കുക? അല്ല, നമുക്ക് അവിടുത്തെ എംപ്ലോയീസിന് സാലറീസ് കൊടുക്കണം. ഇപ്പൊ ആ ഒരു ബിസിനസിന്റെ ബിൽഡിംഗ് റെന്റിനാണെന്നുണ്ടെങ്കിൽ റെന്റ് കൊടുക്കണം, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണം. ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് ആയി വരുന്ന എക്സ്പെൻസ് ആണോ? ഡയറക്റ്റ് ആയി വരുന്ന ഇൻകംസ് ആണോ? അല്ല, അത് ഇൻഡയറക്റ്റ് ആണ്. സോ അതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുക. ഇനി ഈ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് മീൻസ് ഇപ്പൊ ട്രേഡിംഗ് നടത്തിയിട്ട് എത്രയാണോ പ്രോഫിറ്റ് കിട്ടിയത്, അത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി ഇല്ലെങ്കിൽ ലോസ് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിനെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയും. ദെൻ ഇതിന്റെ ബേസിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് നോക്കുന്നത്. അസറ്റ് ലയബിലിറ്റീസ് എന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കുന്നു. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയി നോക്കാം. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയി കൊടുത്തതാണ്. ഇത് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ കുറെ ബുക്സ് ആയിട്ട് മാറ്റി എഴുതുന്ന പറഞ്ഞല്ലോ, അതിനെയാണ് സബ്സിഡറി ബുക്ക് എന്ന് പറയാ. സബ്സിഡിയറി ബുക്കിൽ മെയിൻ ആയിട്ട് ക്യാഷും അതേപോലെ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉള്ളത്. ക്യാഷ് ട്രാൻസാക്ഷനിൽ ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യും. നോൺ ക്യാഷിൽ സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, ബിൽ റിസീവബിൾ, ബിൽ പേയബിൾ, ബിൽ എന്തൊക്കെ വാങ്ങി, ബിൽ എന്തൊക്കെ കൊടുത്തു, അതേപോലെ അത് ട്രാൻസാക്ഷൻസ് വേറൊരു ബുക്കിൽ എഴുതും. ജേർണൽ പ്രോപ്പർ എന്നും കൂടി പറയും അതിന്. അങ്ങനെ സബ്സിഡറി ബുക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും ലെഡ്ജറിൽ. ഓക്കെ, ഇനി നമുക്ക് ട്രയൽ ബാലൻസിലോട്ട് കിടക്കാം. നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞല്ലോ, ട്രയൽ ബാലൻസ് ലെഡ്ജറിന്റെ ബേസ് നോക്കിയിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ട്രയൽ ബാലൻസ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഓൾ ദി ജനറൽ ലെഡ്ജർ അക്കൗണ്ട്സ്, both revenue and capital, contained in the ledger of the business. This list will contain the name of each nominal ledger account and the value of that nominal ledger balance. Each nominal ledger balance will hold either debit balance or credit balance. ഈ ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ ഒരുപാട് അക്കൗണ്ട്സ്, ഇത് ഈ സബ്സിഡറി ബുക്കിലൊക്കെ ഒരുപാട് ബുക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബാലൻസ് എല്ലാം നമ്മൾ എടുത്ത് എഴുതുന്നതാണ് ട്രയൽ ബാലൻസിൽ. ലിസ്റ്റ് ഓഫ് ഓൾ ദി ജനറൽ ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ഇതിൽ എഴുതുക, ട്രയൽ ബാലൻസിലാണ് എഴുതുക. അതിന് ചിലപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അവിടെ ബിസിനസ്സിലോട്ട് കിട്ടുന്നതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യും, ബിസിനസ്സിൽ നിന്ന് പോയതെല്ലാം ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ കാണാം. ഇതൊരു ട്രയൽ ബാലൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് അക്കൗണ്ട്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്യാഷ്, അക്കൗണ്ട് റിസീവബിൾ, സപ്ലയേഴ്സ്, പ്രീപെയ്ഡ്, റെന്റ്, അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അത് ബിസിനസ്സിലോട്ട് വന്നതെല്ലാം ഡെബിറ്റ് ആയിട്ടും ബിസിനസ്സിൽ നിന്ന് പോയതെല്ലാം ക്രെഡിറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രയൽ ബാലൻസ് ആണിത്. ഇതാണ് ഫോർമാറ്റ് കേട്ടോ ട്രയൽ ബാലൻസിന്റെ. നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടാവും. ഇതിന്റെ ബേസിൽ വേണം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിലോട്ട് കിടക്കണം. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ അക്കൗണ്ട്സ് ആർ എ കോമ്പിനേഷൻ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയാം. ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിങ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, ഇല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയാം. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയാം. ഓക്കെ, ഈ ഫൈനൽ അക്കൗണ്ട്സ് ആണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വരിക. അപ്പൊ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് നോക്കാം. നിങ്ങൾക്ക് തിയറി വരില്ല, നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ വരിക.
ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പാർട്ടാണിത്. ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ജനറലി പ്രിപ്പയർ ടു ഫൈൻഡ് ഔട്ട് ദി ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഓഫ് ദ ബിസിനസ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ജാനുവരി 1 മുതൽ അതേപോലെ ഡിസംബർ 31 വരെയാണ്. അപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രത്തോളം ഉണ്ട്. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതേപോലെ പർച്ചേസ് ഏതൊക്കെ നടന്നു, പർച്ചേസ് റിട്ടേൺസ്, വേജസ്, സാലറി, സെയിൽസ് റിട്ടേൺ, കാരേജ് ഇൻവാർഡ്സ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കാരേജ് ഇൻവാർഡ്, റോയൽറ്റി. അതിന്റെ ബേസിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കും. ഓക്കെ. Then profit and loss account. Profit and loss account is open with either gross profit or loss. ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മളിവിടെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിലായിരിക്കും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ആദ്യത്തെ എമൗണ്ട് തന്നെ അപ്പൊ എന്തായിരിക്കും, അവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിലാണ് നമ്മൾ ഈ സാലറീസ് റെന്റ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടാവുക. കുറെ പോയിന്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് റീഡ്. ദെൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു അക്കൗണ്ട് അല്ല, സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റിൽ എന്താ കാണിക്കുക, ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് കാണിക്കുക. അതേപോലെ അസറ്റ്, ലയബിലിറ്റീസ് ആ ബിസിനസ്സിൽ ഏതൊക്കെയാണ് അതും കൂടി അതിൽ ഷോൺ ചെയ്തിട്ടുണ്ടാവും. ബിസിനസിന്റെ സോൾ, ആത്മാവ് എന്ന് പറയുന്നത് തന്നെ ബാലൻസ് ഷീറ്റ് ആണ്. കാരണം അത് നോക്കിയിട്ടാണ് നമുക്ക് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇറ്റ് ഈസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അറിയാം. ഓക്കെ. അതിൽ വന്നിട്ട് റൈറ്റ് സൈഡിൽ ലയബിലിറ്റീസ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ അസറ്റ്. ഓക്കെ. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിന്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടു. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ പറഞ്ഞ പോലെ ഡെബിറ്റ്, ക്രെഡിറ്റ് ഉണ്ടാവും. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഇയർ എഴുതണം. 31 ഡിസംബർ, ഓക്കെ, 2021 സംതിങ്. അപ്പൊ ഇത്രയാണ് ഐറ്റംസ് വരാൻ ചാൻസ് ഉള്ളത്. അതിന്റെ എമൗണ്ട്സ് മാത്രം എഴുതിയാൽ മതിയാവും. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അവിടുത്തെ ഗ്രോസ് ലോസ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യാണ്. എന്നിട്ട് അതിന്റെ ബേസിൽ നമ്മൾ കുറെ ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. അവസാനം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുന്നു. ദെൻ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസ്, അസെറ്റ്സ്. ഈ ഒരു ഫോർമാറ്റ് വരച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. അതിൽ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ ഓരോ എൻട്രീസ് ഒക്കെ എഴുതിയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാം. ടാലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ അസറ്റ്, ലയബിലിറ്റീസ് ഒക്കെ എഴുതിയിട്ട് അവസാനം കിട്ടുന്ന റിസൾട്ട് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ടോട്ടൽ ലയബിലിറ്റീസ് ടോട്ടൽ അസറ്റിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റൈറ്റ് സൈഡിൽ ടോട്ടൽ അസറ്റ് വരും, ലെഫ്റ്റ് സൈഡിൽ ടോട്ടൽ ലയബിലിറ്റീസ് വരും. അപ്പൊ ഈ രണ്ട് എമൗണ്ട്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചൂല മാച്ചിങ് കൺസെപ്റ്റ്. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റിനോട് ഈക്വൽ ആയിരിക്കും ഒരു ബിസിനസ്സിൽ. എല്ലാ ചെലവുകളും എല്ലാ ഇൻകത്തിനോടും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഈസ് കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്തതെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ അവിടെ എന്ത് വരും, ടാലി ആവും. അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നാളെ പ്രോബ്ലംസ് ചെയ്യാം. അതേപോലെ അത് ഡിപ്രീസിയേഷനെ കുറിച്ചിട്ടാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിപ്രീസിയേഷനെ കുറിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? നമ്മൾ ഇന്നെടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്, അതേപോലെ ഡെഫിനേഷൻ. ഓക്കെ. ദെൻ മീനിങ്, ഡെഫിനേഷൻ നോക്കണം. പിന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നോക്കണം. ഇന്ന് അത് മാത്രം നോക്കിയാൽ മതി. നാളെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു പ്രോബ്ലം ചെയ്യും. അപ്പോ 2 പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതായിരിക്കും നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇന്ന് പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസും, അതേപോലെ പ്രിൻസിപ്പിളിൽ 2 ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കൺസെപ്റ്റും കൺവെൻഷൻസും. ദെൻ അക്കൗണ്ടിങ് മീനിങ് ആൻഡ് ഡെഫിനേഷൻ. ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എനി ഡൗട്ട്സ്?
ജസ്റ്റ് റൈസ് ഹാൻഡ്. ഡൗട്ട്സ് ഉള്ളവര് ജസ്റ്റ് റൈസ് ഹാൻഡ്. യെസ് പറയൂ. അൺമ്യൂട്ട് ചെയ്യൂ. യെസ് പറയൂ ഫർഹാന. മനസ്സിലാവുന്നില്ലേ? ഹലോ, യെസ് പറയൂ പറയൂ. പേജ് നമ്പർ 10 യെസ്. ബുക്ക് വാല്യൂ റിയലൈസബിൾ വാല്യൂ ഒന്നും പറഞ്ഞില്ല. അത് ഇപ്പോ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ ബേസിലാണ് പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സാം ബേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം നോക്കി പോവാണ് ചെയ്യുന്നത്. ഓക്കെ മാഡം. ഓക്കെ. അത്ര ഇമ്പോർട്ടന്റ് അല്ല. അശ്വതി പ്രവീൺ. ഓക്കെ. ക്ഷേത്ര. ഹലോ മാം. യെസ് പറയൂ. മാം ഇപ്പൊ പറയാ, ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് തന്ന പോയിന്റ്സ് ഒക്കെ കുറച്ച് ടെസ്റ്റുകളിൽ വെച്ചിട്ട് ഷോർട്ട് ആക്കിയിട്ടല്ലേ? അതെ അതെ. നിങ്ങൾക്ക് വേഗം ആ വേർഡ്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അല്ല, അപ്പൊ എക്സാമിന് എഴുതുമ്പോ അങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് മാത്രം എഴുതിയാൽ മതിയാവില്ലല്ലോ? നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് കൂടി എക്സ്ട്രാ പഠിക്കാവുന്നതാണ്. പിന്നെ ഈ പോയിന്റ്സ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഓക്കെ. ഓക്കെ. ഓക്കെ, ഇനി അതർ ഡൗട്ട്സ്? ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക. ഓക്കെ. ബാക്കി ആർക്കും ഡൗട്ട്സ് ഇല്ലല്ലോ? നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ മാം. പറയൂ. മാം എടുക്കുന്നത് മാത്രം പഠിച്ചാൽ മതിയില്ലേ എല്ലാ ചാപ്റ്ററിലെയും? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ, കാരണം ഇതിൽ ഒരുപാട് വൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത്രത്തോളം വരില്ല. നിങ്ങൾ പിന്നെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ് ഈ ഒരു അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷനും മീനിങ്ങും. അത് നിങ്ങളിപ്പോ എസ് എഴുതുമ്പോൾ അത് ആദ്യം തന്നെ എഴുതേണ്ടി വരും. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയാൽ മതി. ജസ്റ്റ് കൺക്ലൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ വേണിച്ച് റിപ്പീറ്റഡ് ആയിട്ട് എഴുതാം. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റ്സും കൂടി. പിന്നെ വന്നിട്ടുള്ള ഈ കൺസെപ്റ്റ് കൺവെൻഷൻസ് 2-3 തവണ 4-5 തവണ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉറപ്പായിട്ടും പഠിക്കണം. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ട്രയൽ ബാലൻസ് വന്നിട്ട് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ നാളെ പ്രോബ്ലം നോക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു മീനിങ് ഡെഫിനേഷൻ ട്രേഡിംഗ് ചോദിക്കണ്ടാവില്ല മാം? മീനിങ് ഒന്നും ഇല്ല, അതിന്റെ പ്രോബ്ലം ആണ് ചോദിക്കുള്ളൂ. മീനിങ് ചോദിക്കാൻ ചാൻസ് കുറവാണ്. അത് നിങ്ങൾ ജസ്റ്റ് എന്താ കാര്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞത്. മാം ഈ കാണിച്ചെന്ന ഈ നോട്ട്സ് എഴുതിയാലും കുഴപ്പമില്ലല്ലോ നമുക്ക്? ഇല്ല, ഇത് മേജർ പോയിന്റ്സ് ആണെന്ന് മാത്രം. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് ടെക്സ്റ്റും കൂടി പഠിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതും കൂടി എഴുതി വെക്കാം. കുറച്ചും കൂടി എക്സ്പ്ലനേഷനോട് കൂടി എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അല്ല മാം പഠിപ്പിച്ച് നോക്കിയപ്പോ ഞാൻ ടെക്സ്റ്റ് നോക്കുമ്പോ നമ്മൾ മാം പകുതി വിട്ടു നിന്നിട്ട് നേരെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയി. അപ്പൊ ഞാൻ എന്താ സംഭവം പിടികിട്ടിയില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയില്ലേ? ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം അല്ലേ മാം? യെസ് വായിച്ചു വിടാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം ഒരുപാട് കൺസെപ്റ്റുകൾ നമുക്ക് ഇനിയും പഠിക്കാൻ കിടക്കുന്നുണ്ട്.
ആ ഓക്കെ. ഓക്കെ പിന്നെ മാം താങ്ക് അക്രൂവൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണത് നന്നായിരിക്കും. നിങ്ങൾക്ക് മീനിങ് അറിയണം എല്ലാത്തിന്റെയും. ഞാൻ ഇപ്പൊ ആ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എല്ലാത്തിന്റെയും മീനിങ്സ് അറിയണം. പക്ഷെ ആ കൂടുതൽ അറിയേണ്ടത് ഈ കൺസെപ്റ്റും കൺവെൻഷൻസും കാര്യങ്ങളുമാണ്. അതൊന്നും ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ആ ഓക്കെ മാം ഓക്കെ താങ്ക് യു. ഓക്കെ ഓക്കെ വെൽക്കം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ആർക്കും ഡൗട്ട്സ് ഇല്ലല്ലോ?